നമസ്തേ. ഞാൻ ശ്രീരേഖ. കമ്മ്യൂണി ഹെൽത്ത് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാം. കഴിഞ്ഞ ദിവസം സ്നേഹാജി ചോദിച്ചിരുന്നു, മുടി ഡ്രൈ ആവുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഈ മുടിയുടെ ഡ്രൈനെസ് മാറാനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അലോവേര നല്ലതാണ്, അലോവേര ഒലിവ് ഓയിൽ വെച്ചിട്ടുള്ളത് നല്ലതാണ്, അങ്ങനെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നിരുന്നാൽ കൂടി ഞാൻ ഇന്നും ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ സ്നേഹാജി പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. അത് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. കൂടാതെ അതിന് നല്ല റിസൾട്ടും വന്നിട്ടുണ്ട് കേട്ടോ. മുടിക്ക് നല്ല മുടിയുടെ ഡ്രൈനെസ് മാറാനും എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ടിരിക്കണം, എപ്പോഴും മുടി അതായത് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ മുടി പൊട്ടിപ്പോവില്ല, അങ്ങനെ ഒരുപാട് സ്പ്ലിറ്റ് ഉണ്ടാവില്ല. സാധാരണ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ വിണ്ട് കീറിയൊക്കെ വരും അല്ലേ. പിന്നെ ഡ്രൈനെസ് ഉള്ള ഹെയറിൽ താരൻ വരാൻ എളുപ്പമാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി ഹെയർ മാസ്ക് ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ ഇട്ടതാണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് പപ്പായ ആണ് കേട്ടോ. നമ്മൾ മേടിക്കുന്ന പപ്പായ കടയിൽ ആണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഈ പപ്പായയുടെ കുറച്ചും എടുക്കാം, നമുക്ക് എന്തോരം വേണോ അത്ര എടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ചിരിക്കും നമുക്ക് വേണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അല്പം വെള്ളം വേണമെന്നില്ല, കാരണം ഈ പപ്പായയിൽ വെള്ളം ഉണ്ടാവും. വാങ്ങിക്കുന്ന പപ്പായയിലൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിലുള്ള പപ്പായ ആണെങ്കിൽ അല്പം വേണമെങ്കിൽ വെള്ളം ചേർക്കാം, ഒന്ന് അരഞ്ഞു കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ട്, ഞാൻ എന്നും പറയാറുള്ള ഒലിവ് ഓയിൽ കേട്ടോ. ഒലിവ് ഓയിൽ പല യൂസ് ഉണ്ട് നമുക്ക്, അതിൻ്റെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഏതിലൊക്കെ കൂടെ നമുക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തലോട്ടിലും തലമുടിയിലും ഒക്കെ തേക്കാം കേട്ടോ. ഈ ഡ്രൈനെസ് മാറാൻ ഏറ്റവും ബെസ്റ്റാണ് ഒലിവ് ഓയിൽ. അതുപോലെ തന്നെ ഹെയർ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഈ പപ്പായ എന്ന് പറയുന്നത് വേറൊരു ഗുണം കൂടിയുണ്ട്. ഡെഡ് ആയിട്ടുള്ള നമ്മുടെ സെൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ സെൽസ് ഡെഡ് ആയി കഴിഞ്ഞാൽ ഫോളിക്കിൾസ് പ്രവർത്തിക്കില്ല, ഓപ്പൺ ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് സെൽസിനെ ഇത് മാറ്റി, അതിനുള്ളിലുള്ള ഡാമേജ് എല്ലാം മാറ്റി അതിനെ ഒരു പുതുജീവൻ കൊടുക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവും, നമുക്ക് ഡാമേജ് ആയിട്ടുള്ള എല്ലാം മാറി നമുക്ക് നല്ല അടിപൊളി മുടിയായിട്ട് വളരും കേട്ടോ. അപ്പൊ ഫോളിക്കിൾസ് ഇപ്പൊ ഓപ്പൺ ചെയ്യും. പിന്നെ ഈ ഒലിവ് ഓയിൽ കൂടി ആകുമ്പോൾ സ്കാൽപ്പിനെ നല്ല മറ്റേ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും സ്കാൽപ്പിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവും. പെട്ടെന്ന് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും. അപ്പോൾ ഇത് പല ഗുണങ്ങളുണ്ട്, പ്രൊമോട്ട് ചെയ്യും കേട്ടോ, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് സെൽസിനെയൊക്കെ മാറ്റും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും മുടി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന മുടിയിൽ താരൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഡ്രൈനെസ്സിനെ മാറ്റാനായിട്ട് നമുക്ക് ഇന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കുറേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഈ നമ്മുടെ പപ്പായ പ്ലസ് ഒലിവ് ഓയിൽ. അതിൽ കുറച്ച് നമ്മുടെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ തേച്ചിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ശാലിനിജിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിരുന്നു ഒരിക്കൽ അല്ലേ. അപ്പം ഇത് നല്ല റിസൾട്ടുമാണ് കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ 2 തവണ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, ഡ്രൈനെസ് ഒക്കെ മാറും കേട്ടോ. അതുപോലെ തന്നെ
ഫുള്ള് ഹെയർ മാസ്ക് തേക്കുന്നത്, മുടി നിന്നുകൊണ്ട് തേക്കുന്നത്, എല്ലാം നിന്നുകൊണ്ട് തേക്കുന്ന വീഡിയോ ഉണ്ട്. എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, മായാമിനൻ ഹെയർ കെയർ ചാനൽ. അപ്പോൾ അതിൽ ഇതുപോലെ ഉണ്ട്. ഞാൻ എന്നാലും നിന്നുകൊണ്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഒരെണ്ണം കാണിച്ചു തരാം വീഡിയോ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളെപ്പോഴും ഇപ്പോൾ വർഷക്കാലം ആകുമ്പോൾ നമ്മൾ മുടി ഉണങ്ങണം എപ്പോഴും. അതുപോലെ ഈവനിങ് ടൈമിൽ കുളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം. മുടി നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ കോംപ് ചെയ്യാൻ പാടില്ല കേട്ടോ. കൂടാതെ നമ്മളത് കെട്ടി വയ്ക്കാൻ പാടില്ല, പിന്നെ ഇടാൻ പാടില്ല. അപ്പം മാക്സിമം നമ്മൾ രാവിലെ തന്നെ കുളിക്കാൻ ശ്രമിക്കുക ഈ വർഷക്കാലത്തൊക്കെ. കാരണം മുടി ഉണങ്ങാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് കായ വരും, മുടിക്കായ എന്ന് പറയും. മുടിക്കായ ഈറനായിട്ടുള്ള മുടി ഈരോ പിന്നീടോ കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഈ ചെറിയ ചെറിയ കടുകടുക് പോലെ ഉണ്ടാവും. ഇങ്ങനെ അതിനെയാണ് നമ്മൾ പറയുന്നത് മുടിക്കായ എന്ന് പറയുന്നത്. ഈ മുടിക്കായ വന്ന് പെട്ടാൽ പിന്നെ നമുക്ക് അതിനെടുത്ത് കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ നിന്ന് ആ മുടിക്കായ ഉള്ള ആ ഭാഗത്ത് നിന്നുള്ള മുടി ചിലപ്പോൾ ഇവിടേക്കായിരിക്കും മുടിക്കായ. അപ്പൊ നല്ല ലോ ഹെയർ ആണെങ്കിൽ അവിടെ വെച്ച് മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള കാരണം ഈ ഒന്ന് മുടിക്കായ ആയിരിക്കും, രണ്ട് ഇതുപോലെ ഡ്രൈനെസ് ആവുമ്പോൾ മുടി പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഈറമുടി ഈരരുത്, നമ്മൾ പിന്നെ കെട്ടിവെക്കരുത്, പിന്നെ ഇടരുത് എന്നൊക്കെ പറയുന്ന അതാണ് കാരണം കേട്ടോ. അതുപോലെ എണ്ണ തേക്കാണെങ്കിൽ തന്നെയും മുടി കുളിച്ചു കഴിയുമ്പോൾ മുടി നമ്മളിങ്ങനെ അഴിച്ചിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം കെട്ടിവെക്കാൻ. നമ്മൾ ഒരിക്കലും ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം മുടിക്ക് ചൂട് തട്ടാൻ പാടില്ല. സ്കാൽപ്പില് ചൂട് തട്ടുമ്പോൾ അത് റൂട്ടിനെ ബാധിക്കും. റൂട്ടിനെ ബാധിക്കുമ്പോഴാണ് റൂട്ടോടുകൂടി ഹെയർ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പൊ ഈ കാരണങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ മാസ്ക് ആയിട്ടും ടിപ്സും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇതുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറ്റുക, നമുക്ക് മുടി ഈ ഫലത്തിൽ വരുന്നില്ല റിസൾട്ട് അല്ലെ. മുടി ശരിക്കും നമ്മൾ അതുപോലെ മുടി ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിരൽ കൊണ്ട് വേണം വെളുത്താൻ കേട്ടോ. വിരൽ കൊണ്ട് വെളുത്തി കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പ് ഉപയോഗിച്ച് കോമ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു മസാജ് കൂടി കിട്ടും കോമ്പ് ചെയ്യുമ്പോൾ. അപ്പൊ എന്താ ഫോളിക്കിൾസ് ഓപ്പൺ ആവും, മുടി ധാരാളം വളരും. നമ്മൾ ഇവിടെ നിന്നേ ഇങ്ങനെ അറ്റം വരെ നമ്മൾ ഇങ്ങനെ കോമ്പ് ചെയ്യുക, പൊട്ടാതെ വേണം കേട്ടോ കോമ്പ് ചെയ്യാൻ. ഈ മുടി വെടുത്തുമ്പോൾ എളുപ്പം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വശത്തേക്കും മുടി വേർതിരിച്ച് വെക്കുക. എന്നിട്ട് ഈ മുടിയുടെ അറ്റം ആദ്യം ക്ലീൻ ചെയ്യുക. ചെറിയ കോമ്പോ അതോ വിരലോ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടിയുടെ അറ്റത്തു നിന്നുള്ള ജട കളയാം. അങ്ങനെ കയറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് മുടി വെടുത്താൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ ഇവിടെ നിന്നേ വെടുത്തുമ്പോൾ അറ്റം മുഴുവനും ജടയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ ആദ്യം തന്നെ ഈ അറ്റം വെടുപ്പാക്കി കഴിയുമ്പോൾ നമുക്ക് വെടുത്താനായിട്ട് എളുപ്പമാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. എന്നിട്ട് മുടി പിന്നിട്ട് കിടക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡെയിലി ഒന്ന് കോമ്പ് ചെയ്യണ എങ്ങനെയാണ്, മുടി വിടുത്തി ജടയില്ല എന്ന് ആയതിനു ശേഷം മാത്രം നമ്മൾ കോമ്പ് ചെയ്യാവും കേട്ടോ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് ഇങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ അതൊരു മസാജാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, സ്കാൽപ്പ് ഓപ്പൺ ആകും അല്ലേ, ഫോളിക്കിൾസ് ഓപ്പൺ ആകും. അപ്പൊ നമുക്ക് എന്താ പറ്റും, നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത്, ബേബി ഹെയർ വരും കേട്ടോ. അപ്പൊ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ചില അക്ഷരത്തെറ്റൊക്കെ വന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ മാസ്ക് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് പുറമെ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ചുറ്റുപാടുള്ള ഈ സംഭവങ്ങൾ, ആയുർവേദ പൊടികൾ, ആയുർവേദ ചെടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്കണോമിക്കലായിട്ട് നമുക്ക് മുടി എങ്ങനെ വളർത്താം അധികം ചിലവില്ലാതെ എന്നതിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ.
കേട്ടോ. അപ്പൊ അതില് ഒരുപാട് പേർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. അതുപോലെ ഈ കാണിച്ചു തന്ന പപ്പായ ഉണ്ടല്ലോ, പപ്പായ ഏറ്റവും നല്ലതാണ് നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പപ്പായ നല്ലതാണ്. അതുപോലെ മത്തങ്ങ നല്ലതാണ്. മത്തങ്ങ വേവിച്ചിട്ട് അത് കഴിക്കാം. ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഈ മത്തങ്ങ എന്ന് പറയുമ്പോൾ അത് സ്കിന്നിന് കൂടി നല്ലതാണ്. സ്കിൻ ഡിസീസിന് ഏറ്റവും ബെസ്റ്റാണ് മത്തങ്ങ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിട്ട് പച്ചമുളകും വെളിച്ചെണ്ണയിട്ട് വേവിക്കാം. ഉപ്പിടാം, മഞ്ഞൾപ്പൊടി ഇടാം. ഇത്രയും മാത്രം മതി. വെറുതെ കഴിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കഴിക്കാം. അതുപോലെ ജ്യൂസ് ആയിട്ട് വേണ്ട ഐറ്റംസ് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ പപ്പായ ഒക്കെ നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തലയിലുള്ള ചൂട്, ദേഹത്തെ ചൂടും ഒക്കെ മാറിക്കിട്ടും. അപ്പൊ നമ്മുടെ ശരീരം ചൂടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുടി കൊഴിച്ചിലുണ്ടാവും, ടെൻഷൻ ഉണ്ടാകുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാകും, പ്രഷർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെയുള്ള ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതോറും നമുക്ക് മുടിക്ക് വേണ്ട റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് മുടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മുടി മുടി രാത്രി നമ്മൾ ഈവനിങ് ടൈമിൽ മുടി കെട്ടിവെക്കാം. കെട്ടിവെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം അഴിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ജടയൊന്നും ഉണ്ടാവില്ല. കുളിക്കാനും, കുളി കഴിഞ്ഞിട്ട് വീണ്ടും വിടുത്താനൊക്കെ എളുപ്പമാവും. ഡെയിലി നമ്മൾ വിടുത്തി മുടി പിന്നിടുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഫോള് കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ സംഭവം ചെയ്യുമ്പോൾ ഡ്രൈനെസ് മാത്രമല്ല, ഹെയർ ഫോളും നമുക്ക് തടയാൻ സാധിക്കും കേട്ടോ. ഈ പപ്പായ പ്ലസ് ഒലിവ് ഓയിൽ കൊണ്ട് ഹെയർ ഗ്രോത്ത് ആണ്. കാരണം പപ്പായ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഒലിവ് ഓയിലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ചെയ്യാം. നമ്മൾ ഇത് ഇങ്ങനെ ഹെയർ മാസ്ക് ആക്കിയിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇത് തേക്കുമ്പോൾ ഈ തണുപ്പൊക്കെ തലയ്ക്ക് പറ്റാത്തവര് രാസ്നാദിപ്പൊടി തിരുമ്മിയിട്ട് വേണം കേട്ടോ ഹെയർ മാസ്ക് ഇടാൻ. ഇതുപോലെ മാസ്ക് ഇട്ടതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട്, ഇനി നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഒരു 15 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. നമുക്ക് പിടിച്ചു കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമ്മൾ തണുപ്പത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ശീലം ഇല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ നീരിറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവര് എന്ന് ഞാൻ പറയുന്നുണ്ട്, അല്പ സമയം മാത്രമേ ഇതിന് ചെലവഴിക്കാൻ. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ തവണ നമ്മളൊരു 10-15 മിനിറ്റ് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു 5 മിനിറ്റ് കൂടി കൂട്ടുക, 20 മിനിറ്റ് ആക്കുക. അങ്ങനെ കൂട്ടി നമുക്ക് സമയം എന്തോരം വേണമെങ്കിലും കൂട്ടാം. നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ചിലവർക്ക് കുറെ നേരം ഇതൊക്കെ തേച്ച് വെക്കുമ്പോഴത്തേക്കും നീർപ്പിടുത്തൊക്കെ ഉണ്ടാവും, തലനീരിറക്കം വരും, ടോൺസിലൈറ്റിസിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ നല്ല റിസൾട്ടാണ്, നമുക്ക് എല്ലാത്തിനും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഈ ഡ്രൈനെസ് ഉള്ളവർക്ക്, ഹെയർ ഫോൾ ഉള്ളവർക്കും ഒക്കെ ബെസ്റ്റാണ്. മുടി വളരുന്നില്ല എന്ന് സങ്കടമുള്ളവർക്കും ഈ 3 കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കൂടാതെ സിൽക്കി ഹെയറും കൂടി ആവും കേട്ടോ. ഒലിവ് ഓയിലിന്റെ പ്രത്യേകത അതാണ്. ഒലിവ് ഓയിൽ വളരെയധികം ന്യൂട്രീഷനും കാര്യങ്ങളും ഉള്ളതാണ് അല്ലേ. ഇതില് പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ഈ വിറ്റാമിൻ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പപ്പായയിൽ കേട്ടോ, അതുപോലെ ഒലിവ് ഓയിൽ, ഇതെല്ലാം രണ്ടും കൂടി ആവുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തേക്കാൻ മുന്നോട്ട് പോവുക, വെള്ളം കുടിക്കുക, പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുക, ഡെയിലി കോംബ് ചെയ്യുക. മുടി വിടുത്തി ജട കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഡെയിലി കോംബ് ചെയ്യുക. ഇവിടെ നിന്ന് മുതൽ സ്കാൽപ്പ് മുതൽ നമുക്ക് അറ്റം വരെ പതുക്കെ കോംബ് ചെയ്ത് പോവാം. അത് മുടി വിടുത്തി ജടയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, നമ്മൾ ഡയറക്റ്റ് കോംബ് വെച്ചിട്ട് വിടുത്തുമ്പോൾ മുടി പൊട്ടി പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര പാടുപെട്ട പ്രയാസപ്പെട്ടൊക്കെ മുടി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അതല്ലെങ്കിൽ മുടി പൊട്ടിപ്പോയാൽ പിന്നെ നമ്മൾ ആ വളർത്തുന്നതുകൊണ്ട് എത്രയോ നമ്മൾ കാര്യമില്ലാതെ വരും, മനസ്സിലായോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി മുടി നോക്കാം കേട്ടോ. ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നരുത് ആർക്കും. എല്ലാവരും ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാം. നമ്മൾ 2 ദിവസം മുടി കൂടി വിടുത്താം, അല്ലെങ്കിൽ ഇന്ന് വിടുത്തണ്ട. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ജട കൂടും. അപ്പോൾ അതിലും ബുദ്ധിമുട്ടായിരിക്കും പിറ്റേ ദിവസത്തേക്ക് മുടി വിടുത്താനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി, വീണ്ടും താങ്ക്സ് പറയുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം.